ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന അവസരത്തിൽ ഇറാൻ ഒരു ഭയത്തിന്റെ പിടിയിലാണ്. ഗാസയിൽ പേജർ സ്ഫോടനം ഉണ്ടായതുപോലെ ഇറാനിൽ മൊബൈൽ ഫോൺ സ്ഫോടനം ഉണ്ടാകുമോ എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഭയം. ഹമാസിനോട് പയറ്റിയ അതേ തന്ത്രം പയറ്റിയിരിക്കുകയാണ് ഇറാനോട് ഇസ്രയേൽ. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആക്രമണത്തിൽ ചില മുന്നറിയിപ്പുകൾ എടുക്കണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇറാൻ. ഹിസ്ബുള്ള നേതാക്കളെ കൊന്ന പേജർ പോലെ മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിച്ചേക്കാം എന്ന് ഭയക്കുന്നു ഇറാൻ. മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഇറാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. ഹിസ്ബുള്ള, ഹമാസ്, ഹൂതി ഈ ഭീകര സംഘടനകളെ തകർത്ത അതേ ആക്രമണ തന്ത്രമാണ് ഇസ്രയേൽ ഇറാനെതിരെയും ഉപയോഗിച്ചത്. ഇറാനിൽ മിക്ക മുതിർന്ന സൈനിക കമാൻഡർമാരും ഒന്നിനു പിറകെ ഒന്നായി കൊല്ലപ്പെടുന്നു. അതിനു പിന്നാലെ സ്മാർട്ട് ഫോണുകൾ കൈവശം വയ്ക്കരുത് എന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇറാൻ അധികൃതർ. നേരത്തെ ലബനനിലും സിറിയയിലും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് പേജർ സ്ഫോടന പരമ്പര നടത്തിയ മൊസാദ് അതിലും വലുത് ലക്ഷ്യമിടും എന്ന ഭയമാണ് ഇറാൻ അധികൃതർക്ക്. ഇറാനിയൻ ഖദം അൽ അൻബിയ ആസ്ഥാനത്തിന്റെ കമാൻഡറായ മേജർ ജനറൽ അലി ഷത്മാനിയെ ചൊവ്വാഴ്ചയാണ് ഇസ്രയേൽ പ്രതിരോധ സേന വധിച്ചത്. വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് ഗുലാം അലി റാഷിദിന് പകരക്കാരനായാണ് അദ്ദേഹം നിയമിതനായത്. ഇറാനിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രായേൽ തങ്ങളെ ട്രാക്ക് ചെയ്യുമെന്ന ഭയം ഒഴിവാക്കാനാണ് മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ കൈവശം വയ്ക്കരുത് എന്ന് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇറാനിലെ ഉന്നത കമാൻഡർമാരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിരീക്ഷിക്കാൻ മൊസാദും IDF-ഉം വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നിരവധി ഇസ്രയേലി മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഉന്നത ഇറാനിയൻ കമാൻഡർമാരെ കൊല്ലുന്നത് തുടരാൻ ആവശ്യമായ രഹസ്യാന്വേഷണ ഉപകരണങ്ങളും തന്ത്രങ്ങളും IDF-നും മൊസാദിനും കൈവശമുണ്ട്. അവർ എവിടെ ഒളിച്ചാലും എങ്ങനെ ഒളിക്കാൻ ശ്രമിച്ചാലും വക വരുത്തിയിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നേരത്തെ ഇസ്രയേലിന്റെ ലൊക്കേഷൻ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുള്ള പേജറിനെ ആശ്രയിച്ചത്. അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള മെസ്സേജുകൾ പ്രദർശിപ്പിക്കുകയും ശബ്ദ സന്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ഉപകരണമാണ് പേജർ. 1996 ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹ്യ അയാഷിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത്. മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹ്യ അയാഷിന്റെ മരണം. ഹിസ്ബുള്ള ഓർഡർ ചെയ്ത 5000 തായ്വാൻ നിർമ്മിത പേജറുകളിൽ 3 ഗ്രാം വീതം സ്ഫോടന വസ്തു അന്ന് മൊസാദ് ഒളിപ്പിച്ചതായാണ് വിദഗ്ധർ കണ്ടെത്തിയത്. തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങിയത്. ഇവ ലബനനിൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് അട്ടിമറി നടന്നത്. അത്തരത്തിലല്ല എങ്കിലും മറ്റേതെങ്കിലും തരത്തിൽ ഇസ്രായേൽ തങ്ങളെ തീർക്കും എന്നാണ് ഇറാൻ അധികൃതർ ഭയപ്പെടുന്നത്. ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെ പ്രയോഗിച്ചത് സവിശേഷമായ ഒരു ആക്രമണ തന്ത്രമാണ്. ആർക്കും തൊടാൻ കഴിയില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന നേതാക്കളെ വധിക്കുന്നതോടെ ആ ഭീകരസേന ചിന്നിച്ചിതറിപ്പോകുമെന്നത് തന്നെയാണ് ഇസ്രായേലിന്റെ തന്ത്രം. മാത്രമല്ല, വധിക്കപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഭീകര സംഘടനയുടെ തലപ്പത്ത് വരാൻ ആരും ധൈര്യപ്പെടില്ല. ഭീകര സംഘടന വീണ്ടും ദുർബലമാകും. ഹിസ്ബുള്ള നേതാക്കൾ ഒളിച്ചിരുന്ന അപ്പാർട്ട്മെന്റുകളിലും ബങ്കറുകളിലും അതിവേഗത്തിൽ കുതിക്കുന്ന വാഹനങ്ങളിലും ആക്രമണം നടന്നു. ഹിസ്ബുള്ളയുടെ 15 മിലിറ്ററി നേതാക്കളാണ് വധിക്കപ്പെട്ടത്. മിസൈൽ യൂണിറ്റിന്റെ തലവൻ, എലീറ്റ് സ്പെഷ്യൽ സേനയുടെ മേധാവി, ഡ്രോൺ യൂണിറ്റിന്റെ മേധാവി എന്നിവരും കൊല്ലപ്പെട്ടു. ഇതോടെ ഹിസ്ബുള്ള ഉള്ളിൽ നിന്ന് ചിതറി ദുർബലമാകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇറാനെതിരെയും ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ ആക്രമണ തന്ത്രമാണ്. ഇറാന്റെ പ്രധാന ആണവായുധ നിർമ്മാണ കേന്ദ്രമായ നതാൻസിലെ പ്രധാന യൂണിറ്റ് ബോംബിട്ട് തകർത്തു. ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരിച്ച ആണവായുധം ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരായ 9 ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചു. ഇത് അയത്തുള്ള അലി ഖമേനിക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത്. ഇതോടെ ആണവായുധം നിറച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെതിരെ അയക്കാം എന്ന അലി ഖമേനിയുടെ സ്വപ്നം നിറവേറാതെ പോവുകയും ചെയ്തു. വിവിധ സേനാ മേധാവികളെയും ഇസ്രായേൽ വധിച്ചു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഹുസൈൻ സലാമി, എയർഫോഴ്സ് കമാൻഡർ അമീർ അലി ഹാജി സദ്ദെ, ആംഡ് ഫോഴ്സ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ഹുസൈൻ ബാഗറി, എമർജൻസി കമാൻഡ് ചീഫ് ഗോലം അലി റഷീദ് എന്നിവരാണ് വധിക്കപ്പെട്ടത്. ഇതോടെ ഇറാൻ സേനയുടെ ആത്മവീര്യം നഷ്ടമാവുകയായിരുന്നു. യുദ്ധം നയിക്കാൻ കരുത്തരായ നേതാക്കൾ ഇല്ലാതാകുമ്പോൾ യുദ്ധവീര്യം കുറയും. രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന ഇന്റലിജൻസ് ഏജൻസിയുടെ മേധാവികളും പിന്നാലെ വധിക്കപ്പെട്ടു. ഇന്റലിജൻസ് ചീഫ് കമാൻഡർ മുഹമ്മദ് കാസിമി, ഇന്റലിജൻസ് ഓർഗനൈസേഷൻ ചീഫ് ഹെഡ് മുഹമ്മദ് ഹസൻ മുദ്ഹദി എന്നിവരാണ് വധിക്കപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.